എന്നെ ഡിജിറ്റൽ ബ്രേക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. അറിയാതെ എങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ലാത്ത അവസ്ഥയായി പോവുകയാണ്. ലിജുവിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ലിജു പറയുന്നു, ആരാധക വൃന്ദം ശാന്തരാവുക, ഇത്രയും ബഹളം വെക്കേണ്ട ആവശ്യമില്ല, ആരില്ലെങ്കിലും കോൺഗ്രസ് നിലനിൽക്കും. പിന്നെ അവിടെ ജമ്മു കാശ്മീരിൽ അവിടെ ആള് പോയി, ഇവിടെ ഇങ്ങനെ പോയി, ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, ഗുലാം നബി ആസാദ് പോയി, അങ്ങനെ പലവരുടെയും പേര് അവരെല്ലാം പോയിട്ടും കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട് എന്ന്. എവിടെ ഉണ്ടെന്നാ ലിജു പറയുന്നത്? ഈ ആരാധക വൃന്ദം ലിജുവിന് വോട്ട് ചെയ്തത് എന്ത് മാനസികാവസ്ഥയിലാണ് എന്ന് ലിജു ഒന്ന് ആലോചിച്ച് നോക്കുക. ലിജു എങ്ങനെയാണ് ഈ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചത്, ആൾക്കാർ എന്തിനാണ് ലിജുവിന് വോട്ട് ചെയ്തത് എന്നൊക്കെ ലിജു ഒന്ന് ആലോചിക്കുക. ഈ ആരാധക വൃന്ദം കോൺഗ്രസ് പ്രേമത്തിലാണ് വോട്ട് ചെയ്തത് എന്നാണോ ലിജു വിചാരിച്ചു വെച്ചേക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് അവസാന വാക്ക് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് അങ്ങനെ സ്കൂട്ടാവണ്ട. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഈ ആരാധക വൃന്ദം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണം. ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടാവണം. അല്ലാതെ അവിടുത്തെ ഗ്രൂപ്പുകളിൽ ഈ കോൺഗ്രസ് ഈ ഇന്ത്യയിൽ ഇങ്ങനെ ഇന്ത്യ ഭരിച്ചിരുന്ന, ഇന്ത്യയിൽ ആകെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ആകമാനം ഇന്ത്യ മൊത്തം അങ്ങനെ കോൺഗ്രസ് ഉണ്ടായിരുന്നിടത്തു നിന്നും അവിടെ ഇവിടെ മാത്രം കോൺഗ്രസ് ഉണ്ടായത് മാറിയത് എങ്ങനെയാണ് എന്ന് ലിജു ഒന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് പറയേ, കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളെയും കാലുവാരലും കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഇവിടെ ഇല്ലാതായത് എന്നുള്ള കാര്യം ലിജു ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇനിയും ഇങ്ങനെ ഗ്രൂപ്പുകളുടെ ഭാഗമായി വേറെ ആരില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ കാണും, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ കോൺഗ്രസ് കാണും എന്ന് പറയാനാണെങ്കിൽ ലിജുവും ഇങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പ് കളിക്കാരന്മാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമേ ഈ കോൺഗ്രസിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ലിജു ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ ആരാധക വൃന്ദം ശാന്തരാകണം, അടങ്ങണം എന്ന് പറയാൻ ലിജുവിന് എന്ത് കാര്യം? ഇപ്പോ വി ഡി സതീശന് വേണ്ടിയിട്ട് കീജെ വിളിക്കുന്നവർ, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് ആവശ്യപ്പെടുന്നവരാരും തന്നെ വി ഡി സതീശൻ പൈസ കൊടുത്തിറക്കിയ PR വർക്കുകാരാണ് എന്ന് തോന്നുന്നില്ല. അവരെല്ലാം ഈ 10 വർഷത്തെ ഭരണം മാറി പുതിയൊരു ഭരണം വരണമെന്ന് ആഗ്രഹിച്ചവർ, ഈ കേരളത്തിലൊരു മാറ്റം വരണം, അത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ച സാധാരണ ജനങ്ങളാണ്. അല്ലാതെ നിങ്ങളുടെ ഗ്രൂപ്പുകളുടെ ഭാഗമായ ആൾക്കാരല്ല അത് ആവശ്യപ്പെടുന്നത് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്നു, ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഇത്രയധികം വോട്ട് നൽകി, ഇത്രയധികം സീറ്റ് നൽകി, ഇത്രയും ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു. എന്നിട്ട് ശരി, അവിടെ ചർച്ച നടക്കുന്നത് സമ്മതിച്ചു, 3 പേർക്ക് മുഖ്യമന്ത്രിയാകാനുള്ള താല്പര്യമുണ്ട്, അത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഇവിടെ കോൺഗ്രസിലുണ്ട്, അത് ജനാധിപത്യമാണ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ശരി, അല്ലാതെ ഞാനാണ് ഇവിടെ അധികാരി എന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഇവിടെ മിണ്ടരുത്, ഞാൻ പറയുന്ന ആൾക്കാർ മാത്രം ഇവിടെ വരും, ഞാൻ മാത്രമാണ് ആള് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല. ഇപ്പൊ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് തന്നെ സ്വയം ആവശ്യപ്പെടാവുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ എവിടെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? KC വേണുഗോപാൽ മത്സര രംഗത്തില്ലായിരുന്നു, മത്സരിച്ചിട്ടില്ല. ഇലക്ഷനിൽ ഒരിടത്തും KC വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ഒരിടത്തും പറയാതെ ഇത്രയധികം സീറ്റ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മറ്റുള്ളവരും ചേർന്ന് ഇത്രയധികം സീറ്റുകൾ നേടിയ ഒരിടത്തേക്ക് നൈസായിട്ട് വന്ന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താൻ ശരിക്കും പറഞ്ഞാൽ ഈ KC വേണുഗോപാലിന് ഉളുപ്പില്ലേ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. അല്ല, അത് ലിജു ഒന്ന് തിരിച്ചറിയണം. MP മാരാരും മത്സരിക്കണ്ട എന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗമായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ വേണ്ട, MP മാരാരും ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗമാകണ്ട എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് അങ്ങ് കെട്ടിയിറങ്ങാമെന്ന് പറയുന്നത് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വെറും ഉണ്ണാക്കന്മാരാക്കുന്നത് പോലെയാണ് ആ ഒരു കാര്യം. കാരണം ഈ വോട്ട് ചെയ്തത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതോ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനോ അല്ല ഈ ഇലക്ഷൻ നടന്നത്. ഈ ഇലക്ഷൻ നടന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് നൽകിയത്. അപ്പോ അവിടെ ഈ ആരാധക വൃന്ദം എന്ന് പറയുന്ന ജനങ്ങൾ അഭിപ്രായം പറയും. അവർക്ക് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി വേണമെങ്കിൽ അവരത് ആവശ്യപ്പെടും. അത് പറയരുതെന്ന് പറയാൻ ലിജുവിന് യാതൊരു അവകാശവുമില്ല എന്നുള്ള കാര്യം, ഈ ആരാധക വൃന്ദം വോട്ട് ചെയ്തിട്ടാണ് ലിജുവും ജയിച്ചത് എന്ന കാര്യം ലിജു ഒന്നും മനസ്സിലാക്കാം. അത് ലിജു MLA ആയി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നാണോ ലിജു വിചാരിച്ചു വെച്ചേക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണം വരണം. അപ്പോൾ ആ വോട്ട് ചെയ്തവരുടെ മനസ്സിലെല്ലാം ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ള കെട്ടിയിറക്കിയ മുഖ്യമന്ത്രി അല്ല,
അവരുടെ മനസ്സിൽ ഒരാളുണ്ട്, ആ ആൾക്ക് വേണ്ടി ഈ ആരാധക വൃന്ദം, ഈ ജനങ്ങൾ സംസാരിക്കും. അതൊക്കെ സഹിക്കാമെങ്കിൽ മാത്രമേ കോൺഗ്രസ് ഇവിടെയെങ്കിലും ഉണ്ടാവുകയുള്ളൂ എന്ന് ലിജു ഒന്ന് മനസ്സിലാക്കുക.